അസ്സലാമുഅലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങ ചേർക്കാത്ത നല്ല രുചിയുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ്. തേങ്ങ നമ്മൾ ഇതിനകത്ത് ചേർത്തില്ലെങ്കിലും ഇതിന്റെ രുചിയിലൊന്നും ഒരു കുറവും വരില്ല. ഒന്ന് രണ്ട് ചേരുവകളോട് ചേർത്തിട്ട് നമുക്ക് നല്ല രുചിയുള്ള അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിൽ നമുക്ക് 2 കപ്പ് പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പിൻ്റെ അളവ് 280 ml ആണ്. അപ്പോൾ ഈ പച്ചരി കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ടെടുക്കാം. ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പച്ചരി നന്നായിട്ട് കുതിർന്ന് വരുന്നതാണ്. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ള അവലും കൂടി എടുത്തിട്ടുണ്ട്. ഈ അവലും നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്തിയാണ് എടുക്കേണ്ടത്. അവല് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് മുതൽ ഒരു 3/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അവല് കുതിരാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. ഒരു 3 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടിരുന്ന പച്ചരിയാണിത്. പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചരി നമുക്ക് മിക്സിയുടെ ഈ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ അവൽ ഞാൻ മിക്സിയുടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു 5 അല്ലി വെളുത്തുള്ളിയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 8 ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ജീരകമാണ്. അപ്പോൾ ഇനി വേറൊരു പാത്രത്തിൽ ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാര എടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്താൽ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഡ്രൈ ഈസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ ഈസ്റ്റ് ഒന്ന് അലിഞ്ഞ് വരും. എന്നിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് അത് ഒഴിക്കാറുള്ളൂ. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ആ പാക്കറ്റിൻ്റെ മുകളിൽ കാണും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണോ അല്ലെങ്കിൽ ഡ്രൈ ഈസ്റ്റ് ആണോ എന്നുള്ളത്. അതിൻ്റെ ആ പാക്കറ്റിൻ്റെ മുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. അപ്പത്തിനായതുകൊണ്ട് ഒരുപാട് ലൂസാക്കിയിട്ടല്ല ഞാൻ മാവ് അരയ്ക്കുന്നത്. കുറച്ച് കട്ടിക്ക് തന്നെ വേണം നമുക്ക് മാവ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വീതിയുള്ളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ടൊരു തവി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ ഒരു 8 മണിക്കൂർ നേരത്തേക്കാണ് ഈ മാവ് പൊങ്ങാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം.
അപ്പോൾ ഇതൊരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ മാവ് നല്ലപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അപ്പം ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഈ പാന് ചൂടായിട്ട് കിടക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ട് തവി വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഹോള് വന്നതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഈ അപ്പം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഹോള് വന്ന് അടച്ചു വെച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റാം. കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അതുപോലെ തന്നെ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി മാവും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കണേല അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാം. അപ്പച്ചട്ടി ചൂടായിട്ട് കിടക്കുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഹോള് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് അപ്പം വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും അങ്ങ് എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തേങ്ങ ചേർക്കാത്ത നമ്മുടെ ഈ സോഫ്റ്റ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അതുപോലെ തന്നെയാണ് ഈ അപ്പവും നല്ല രുചിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ വന്നറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണിക്കും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം.